Welcome to Lab 1.5 Background Creation. ടുപ്പി ബാക്ക്ഗ്രൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഗ്രാഫിക്സിലെ ഗ്നൂ ലിനക്സ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സോഫ്റ്റ്വെയർ ആണിത്. ഇതിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് സിമ്പിളായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫയൽ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. വിഡ്ത്ത് ഇവിടെ 720 ആണ് നമുക്ക് എടുക്കേണ്ടത്. ഹൈറ്റ് 480 ആണ് എടുക്കേണ്ടത്. കാരണം അതാണ് ടുപ്പി ക്യാൻവാസിന് യോജിച്ചത്. പിന്നെ ടൂൾ ബോക്സ് ഇല്ലെങ്കിൽ Ctrl+D പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ടൂൾ ബോക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ടൂൾ ബോക്സ് നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലത്ത് കൊടുക്കുക. ഇനി ഒരു ഫയൽ പുതിയ ഇവിടെ കളറുകൾ ഫോർഗ്രൗണ്ട് കളർ മാറ്റുന്നു. ഞാനിവിടെ ഒരു ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ ഇവിടെ സെലക്ട് ചെയ്തു. ഫോർഗ്രൗണ്ടിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഇതാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഇതേപോലെ ഞാനൊരു യെല്ലോയിഷ് ടൈപ്പ് കളറും സെലക്ട് ചെയ്തു. ഇനി ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കളർ മിക്സ് ചെയ്യുന്നു. ഇനി എനിക്ക് ഇവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ വരയ്ക്കണം. അതിനുവേണ്ടി ഞാൻ പെൻസിൽ ടൂളാണ് സെലക്ട് ചെയ്യുന്നത്. പെൻസിൽ ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് 20 ആണ് പെൻസിൽ ടൂളിൻ്റെ സൈസ് ഉണ്ടായിരിക്കുക. അത് നമ്മൾ സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക. ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇനി ഫോർവേഡ് കളർ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ കളർ സെലക്ട് ചെയ്ത് പെൻസിലിൻ്റെ കളർ സെലക്ട് ചെയ്ത് വരയ്ക്കുക. ആവശ്യമുള്ള രീതിയിൽ ചിത്രങ്ങൾ വരച്ചെടുക്കുക. കളർ ഫില്ല് ചെയ്യാനുള്ള വരകളും ഇതേപോലെ നിർമ്മിക്കുക. ഇനി ബക്കറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കളർ ഇതിനുള്ളിൽ ഫില്ല് ചെയ്യുക. നമുക്കിനിയൊരു മരമാണ് വരയ്ക്കേണ്ടത്. മരത്തിൻ്റെ കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു പെൻസിലിൻ്റെ സൈസ് ഞാനിവിടെ മരത്തിൻ്റെ വലിയ തടി കിട്ടുന്ന പെൻസിലിൻ്റെ സൈസ് ഞാനിവിടെ മാറ്റുന്നു. പെൻസിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കി ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ശാഖകളൊക്കെ വരയ്ക്കാം. ഇതേപോലെ ശാഖകളിൽ കളർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇലകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു, വരയ്ക്കുന്നു. മരത്തിൻ്റെ ഇലകളൊക്കെ വരയ്ക്കുന്നു. അവിടെയും ബക്കറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലിംഗ് നടത്താവുന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് സ്മഡ്ജ് ടൂൾ. സ്മഡ്ജ് ടൂൾ ഇവിടെ ഇതിൻ്റെ ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ലയിപ്പിക്കുന്നു. ചിത്രങ്ങൾ തമ്മിൽ ലയിപ്പിക്കുന്നതിനാണ് നമ്മൾ സ്മഡ്ജ് ടൂൾ ഉപയോഗിക്കുക. ഇവിടെ ഇലകളുടെയൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കുവാൻ ഈ സ്മഡ്ജ് ടൂൾ ഉപയോഗിക്കാം. ആവശ്യാനുസരണം സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചിത്രം കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കി തീർക്കുക. സ്മഡ്ജ് ടൂളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സിമ്പിളായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ടുപ്പിയിലേക്ക് ഉപയോഗിക്കുവാൻ എക്സ്പോർട്ട് PNG ഫോർമാറ്റിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ പേരൊക്കെ നൽകുക. ബാക്ക്ഗ്രൗണ്ട് എന്ന പേര് നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ള ഫോൾഡറിലേക്ക്
അത് എക്സ്പോർട്ട് ചെയ്യുക, PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ടിപ്പിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ജിംപ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ വരച്ചെടുക്കാവുന്നതാണ്. ഓക്കെ,